ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ടിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മുറ്റത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എല്ലാ വൈകുന്നേരവും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. ഇവിടെ മുറ്റം അധികം ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാട് പിടിച്ച് കയറും കേട്ടോ. അപ്പം ഒരുപാട് കാടാവുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി തീർന്നു കിട്ടും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു വൈകുന്നേരം കാട് പറിക്കൽ ഡേ ആയിട്ട് ഞാൻ ആചരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. മുറ്റം അടിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വിളക്കൊരുക്കൽ, വിളക്ക് കത്തിക്കൽ, മേല് കഴുകിയിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കൽ, അങ്ങനെയായി. പിന്നെ അത്താഴം ഉണ്ടാക്കൽ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുട്ടികളെ മേല് കഴുകിക്കണം. അവരെ രാവിലെയാണ് തല കുളിപ്പിക്കുന്നത്. വൈകുന്നേരം അങ്ങനെ തല കുളിപ്പിക്കാറില്ല, മേല് കഴുകുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ 2 നേരം കുളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം അവർക്ക് ഒരു നേരം കുളിപ്പിക്കൽ മുടങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പം കുട്ടികളെ കുളിപ്പിക്കുന്ന ആ ഒരു ജോലി ഞാൻ തന്നെയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം നല്ല പണിയാണ്. ഈ വീട്ടിൽ ഒരുപാട് ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, നല്ല ജോലി ആയതുകൊണ്ടും അമ്മമാരാരെങ്കിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ കുട്ടികളെ കുളിപ്പിക്കാൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ തന്നെ ചെയ്യണം. ആകാശം കാർമേഘം കൊണ്ട് മൂടി കിടക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ മഴ വരുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഴയേ ഇല്ല, മഴക്കാറ് വരും പോവും. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മഴയാണ്. ഇത് ഏകദേശം 1 മാസത്തിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് ഇടാൻ പറ്റിയത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് ഒരു ചെറിയൊരു മാവിൻ്റെ തൈ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും കുറേ കളകളൊക്കെ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കളകൾ നശിക്കാനുള്ളൊരു ടിപ്പ്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പം ഒരുപാട് വലിയ കളകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഞാൻ നശിപ്പിക്കും. നമ്മുടെ കഞ്ഞിവെള്ളവും തൈരും പിന്നെ വിനാഗിരിയും ഉജാലയൊക്കെ ചേർത്തിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് അത് തളിച്ച് കരിയിക്കുകയാണ് പതിവ്. പിന്നെ ഇതുപോലെ കുറ്റി കുറ്റിയായിട്ട് നിൽക്കുന്ന പുല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ മൂടോടുകൂടി അത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നെയും വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കളകൾ ഇതുപോലെ ചെറിയ മൺവെട്ടി ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ചെത്തിപ്പറിച്ച് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ ലീവ് എടുത്ത് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഏട്ടൻ തന്നെയാണ് ഇവിടുത്തെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഏട്ടൻ അങ്ങനെ ലീവ് അങ്ങനെ കിട്ടാത്തൊരു ജോലി ആയതുകൊണ്ട് ഇതുപോലെ പുല്ല് പറിക്കുക, പിന്നെ മുറ്റത്തൊക്കെ ചെളി അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അതൊരു ചെറിയ തടം വെട്ടി വയ്ക്കുക. തടം എന്ന് പറഞ്ഞത് മനസ്സിലായോ ആവോ? ചെറിയ തോട് പോലെ ഓടയൊക്കെ പോലെ വെട്ടി വയ്ക്കുക, എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ ചക്ക വേരിലും കായ്ക്കും. അതായത് ആണുങ്ങൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് ചെയ്തുകൂടാന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണോ സാധിക്കും. ആണുങ്ങൾ ചെയ്യുന്ന അതേ ജോലി തന്നെ നമുക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു മനസ്സ് വേണം. ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് ഇന്നതുപോലെ അല്ലെങ്കിൽ ആണുങ്ങൾ പണിയെടുക്കും പോലെ പണിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള വെട്ടൽ, കിളക്കൽ, തടം എടുക്കൽ അതൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജന്മകാലത്ത് പറ്റില്ല. പക്ഷെ അതിനൊരു മനസ്സ് തോന്നി അതിനെ ആ ഒരു പണിയെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തു നോക്കും, ഉറപ്പായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ തുടർന്നും നമ്മളായിരിക്കും അതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ജോലികളെല്ലാം ചെയ്യുന്നത്. എനിക്ക് കുക്കിങ്ങും ഇഷ്ടമാണ്, ക്ലീനിങ്ങും ഇഷ്ടമാണ്. പക്ഷേ കൂടുതലും, അതായത് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് കേട്ടോ. അത് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം. ക്ലീനിങ് ടിപ്പുകൾ ഞാൻ ഇടാറുണ്ട്. എല്ലാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ടിപ്പുകളാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ടാണ് ഓരോ ജോലികളും നമ്മൾ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് 100% കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അറിയുന്നത് അവരവർക്ക് മാത്രമേ ആവുള്ളൂ. ഇപ്പം എനിക്ക് ഏത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഏത് ചെയ്തുകൂടാ എന്നുള്ള കാര്യം അവരവർക്ക് തന്നെയായിരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ തന്നെ ജോലികൾ ചെയ്യുക. പറ്റാത്ത ജോലികളാണെങ്കിൽ ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് ഞാൻ കാർഡ് എടുത്തു കേട്ടോ. ഇനിയുണ്ട് ആ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്ന കളകളൊക്കെ പറിച്ച് കളയണം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്യത്തില്ല കേട്ടോ. അതായത് ഇപ്പം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തളർന്നു പോകും. അതുകൊണ്ട് കുറച്ച് ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഞാൻ 1 മാസത്തിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എനിക്ക് ഇപ്പോഴാണ് ഇടാനുള്ള സമയം കിട്ടിയത്. അസുഖങ്ങളും പല തിരക്കുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ,
ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല. കാര്യം അങ്ങും എങ്ങും തൊടാതെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ്. പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയണ്ട, നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചാണ് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞായിരുന്നു. ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ പിന്നെ കുളിക്കാനായിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട് മുഴുവനായിട്ടും ഒന്ന് പുകയ്ക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പോസിറ്റീവ് എനർജിയെ സന്ധ്യാനേരത്ത് വിളിച്ച് വരുത്തുന്നതാണ് ഈ ഒരു പുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കൊതുക് പോവും. കുമിഞ്ചാനും കുന്തിരിക്കൊക്കെ ഇട്ട് പുകയ്ക്കുമ്പോൾ കൊതുക് പോകും, വീട്ടിനകത്തൊരു മണം വരും. പിന്നെ കൊതുക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൂർവാധികം ശക്തി പ്രാപിച്ച് വരും. അപ്പം ഞാൻ എൻ്റെ ടിപ്പുകളിലൊക്കെ ഏകദേശം പ്രയോഗിക്കും കേട്ടോ. കൊതുകിനെ തുരത്താനുള്ള പല മാർഗ്ഗങ്ങളും അറിയാം. അതേതെങ്കിലും ഒന്നെടുത്ത് പ്രയോഗിച്ച് വെക്കും. അപ്പോൾ പിന്നെ കൊതുക് വരത്തില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇതുപോലെ കുമിഞ്ചാനൊക്കെ ഒന്ന് പുകയ്ക്കും കേട്ടോ. പുകച്ചതിന് ശേഷം നമ്മൾ വിളക്കൊക്കെ കത്തിക്കും. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെയും കൂട്ടി ഒന്ന് നാമമൊക്കെ ജപിച്ചിട്ടാണ് രാത്രിയിലത്തെ അത്താഴത്തിലേക്ക് കടക്കുന്നത്. മോശമോള് സ്റ്റെതസ്കോപ്പൊക്കെ തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവളെയും ദക്ഷയും ഞാൻ നേരത്തെ തന്നെ മേലൊക്കെ കഴുകിക്കും. അതായത് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ തന്നെ മേലൊക്കെ കഴുകിക്കും. പിന്നെ കുറച്ച് സമയമെങ്കിലും ഒന്ന് ജപിക്കാൻ ശ്രമിക്കും. കൂട്ടത്തിൽ കുട്ടികളെയും കൂടെ കൂട്ടും കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങൾ കുട്ടികളിലേക്ക് പകർന്ന് നൽകുക. അങ്ങനെ പകർന്ന് നൽകുന്നതോടുകൂടി അവർ പിന്നീട്, അതായത് ഭാവിയിലും നല്ല രീതിയിൽ വളർന്നു വരും. ആ ഒരു ശീലം എപ്പോഴും തന്നെ കാണും. പ്രാർത്ഥനയ്ക്കായിരുന്നാലും അതുപോലെ കറക്റ്റ് സമയത്തിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം അവർ ഡെയിലി ഒരു ടൈം വെച്ച് അവർ ചെയ്തോളും കേട്ടോ. ഇതെല്ലാം നമ്മൾ ആദ്യമേ പഠിപ്പിച്ച് കൊടുക്കുക. ചുട്ടയിലെ ശീലം ചുടലവരെയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ എന്താണോ കുഞ്ഞിലേ തൊട്ട് ശീലിക്കുന്നത് അതാകും നമ്മുടെ ജീവിത അവസാനം വരെയും ചെയ്യുന്നത്. അപ്പം ആദ്യമേ ഇതുപോലുള്ള ശീലങ്ങളൊക്കെ നമ്മൾ തന്നെ പഠിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ പുകച്ചൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തുളസിത്തറയെ സങ്കല്പിച്ച് ഒരു വിളക്കും കൂടെ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ തുളസിത്തറയൊന്നും ഇല്ല. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ തുളസിത്തറയിൽ വിളക്ക് വെച്ചിട്ടുള്ളൊരു ശീലമുണ്ട്. അപ്പം ഞാനത് വന്ന് കയറിയ വീട്ടിലും അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലുമൊക്കെ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഞാൻ എവിടെയാണോ ഉള്ളത് തുളസിത്തറയെ സങ്കല്പിച്ച് ഒരു വിളക്ക് കൊളുത്തി വയ്ക്കാറുണ്ട്. അപ്പം ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ തുളസിത്തറയെ സങ്കല്പിച്ച് കിണറ്റിൻ്റെ കരയിലായിട്ട് ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കും കേട്ടോ. അതെനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, മനസ്സിനൊരു വല്ലാത്തൊരു ശാന്തതയും ഒക്കെ സമാധാനമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തുളസിത്തറയെ സങ്കല്പിച്ച് ഞാൻ പുറത്ത് ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല പുതിയ വീഡിയോകളും ടിപ്പുകളും യാത്രാവിശേഷങ്ങളും അറിവുകളും ഒക്കെയായി കാണാം. അതുവരേക്കും ബായ്.